ശ്രീകൃഷ്ണകുമാർ, ഈ തടവറ ഭേദ്യത്തിൽ, ജയിൽ ചാട്ടത്തിൽ ഇപ്പോഴും വ്യക്തമായ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നില്ലേ? ഒന്നാമത്തെ ചോദ്യം, സ്വാഭാവികമായിട്ട് ആരും സംശയിക്കുന്നത് പോലെ എങ്ങനെ ഈ ഒറ്റക്കയ്യന് സെല്ല് മുറിച്ച് ഇത്രയും വലിയ കുറ്റൻ മതിൽ അത് താണ്ടി പുറത്തേക്ക് കടക്കാൻ ആയി എന്നതുൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ പലതും ദുരൂഹമായി അവശേഷിക്കുകയല്ലേ? ജയിലധികൃതരുടെ വിശദീകരണം തൃപ്തികരമാണോ? എനിക്ക് തോന്നുന്നത്, നമുക്കറിയാമല്ലോ, ഗോവിന്ദച്ചാമി വളരെ കുപ്രസിദ്ധി ആർജിച്ച ഒരു ക്രിമിനലാണ്. ശരിക്ക് വീട്ടുകാരെല്ലാം വളരെ ഭയചകിതരായിട്ടുള്ളൊരു മോഡസ് ഓപ്പറേഷനായിരുന്നു ഗോവിന്ദച്ചാമിയുടെ. എല്ലാവരുടെ മനസ്സിൽ വളരെ ഭയം സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ, നമ്മൾ സാധാരണ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു മീഡിയം സെക്യൂരിറ്റി, ഒരു മിനിമം സെക്യൂരിറ്റിയാണ് കൊടുക്കുക. കുറച്ചും കൂടെ സീരിയസ് ക്രൈംസ് ചെയ്ത അവർക്ക് മീഡിയം സെക്യൂരിറ്റി കൊടുക്കും. നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് മാക്സിമം സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ മാക്സിമം സെക്യൂരിറ്റി കാറ്റഗറിയിൽ പെട്ടതാണ് ഗോവിന്ദച്ചാമിയുടേത്. അതാണ് നമ്മുടെ ജയിലുകളിലെ സംവിധാനം. അതാണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്? ഒന്ന്, നമുക്ക് ഗാർഡ്സ് ഉണ്ട്. ഇവരെ പ്രത്യേകമായിട്ട് ഇപ്പോൾ നിയമിതമായിട്ടുള്ള സമയത്തേക്ക് മാത്രം നിരീക്ഷിക്കാനുള്ള ഗാർഡുകളുണ്ട്. അതുപോലെ തന്നെ സർവൈലൻസ് ക്യാമറാസ് ഉണ്ട്. സെൻട്രലൈസ്ഡ് ഒരു കൺട്രോൾ സിസ്റ്റം ഉണ്ട്. CCTV സർവൈലൻസ് ഉണ്ട്, സെൻട്രലൈസ്ഡ്. എല്ലാ സ്ഥലത്തെയും കിട്ടും, ഇൻഡിവിജ്വലായിട്ട് എടുത്ത് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ എസ്കേപ്പിനുള്ള സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അറ്റംപ്റ്റ് ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അലാമോ ആ രീതിയിലുള്ള സംവിധാനം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കാരണം ഇല്ലെങ്കിൽ അത് വേണ്ടതാണ്. ഇന്ന് അഡ്വാൻസ് ടെക്നോളജി നിലവിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സമയത്ത് എന്തുകൊണ്ട് ഗോവിന്ദച്ചാമി എന്ന് പറയുന്ന ഇത്രയും ഡ്രഡഡ് ക്രിമിനലിന് പോകാനായിട്ട് സാധിച്ചു? എല്ലാവരുടെയും കൺസേൺ ആയിരുന്നു. കാരണം ഒരു സാധാരണ ഒരാൾ, ഒരു ജയിൽ വാർഡൻ, ഒരു ഗാർഡ്, പ്രത്യേകമായിട്ടുള്ള ഗാർഡ്, ഡ്യൂട്ടി അസൈൻ ചെയ്യപ്പെട്ട ഗാർഡ്, ആ ഗാർഡ് പോലും ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗ്രാവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സുരേഷ് ബാബു സാറൊക്കെ എന്നെക്കാളൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തും ഇതൊക്കെ ഉള്ള ആളാണ്. എനിക്ക് തോന്നുന്നത് ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ റുട്ടീൻ തിങ്. അവിടെ വേണ്ടപ്പെട്ട ആളുകൾ വെളിയിൽ പോവുകയും വരികയും ചെയ്യുന്നത് ഇറ്റ് വാസ് എ റുട്ടീൻ തിങ്. ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാണ്ട് നോ ഓപ്പർച്യൂണിറ്റി. എങ്ങനെ ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി അല്ലേ വേണ്ടത്? എങ്ങനെ ഒരാൾക്ക് പോകാൻ സാധിക്കും? ജയിലിൻ്റെ അഴി മുറിക്കണം, അവിടെ നിന്ന് ഇറങ്ങണം. അവിടെ ഗാർഡുകളൊക്കെ ഉറങ്ങുമായിരുന്നു. CCTV സർവൈലൻസ് 24 hours ഇല്ലെങ്കിൽ സമ്മതിക്കണം നമ്മൾ, ഇല്ലായിരുന്നു എന്നുള്ളത്. അതൊക്കെ നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് ഗവൺമെൻറ് ആൻസർ ചെയ്യണം. എന്നിട്ട് റെസ്പോൺസിബിളായിട്ട് പെരുമാറേണ്ട കാര്യങ്ങളാണ്. ഇവിടെയൊക്കെയാണ് നമ്മളൊരു ഗവൺമെൻറ്റിനെ, അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ്റായാലും മാറി വരുന്ന ഗവൺമെൻറ്റുകളെ അവരുടെ കുറ്റമായിട്ട് നമ്മൾ പറയുന്നത്, മീഡിയ പറയുന്നത്, സാധാരണ ആൾക്കാർ പറയുന്നത്. ഞാനൊരു അനുഭവസ്ഥനാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയാനന്ദൻ ജയിലിൽ ചാടി കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ സന്ധ്യ മാഡം വിളിച്ചിട്ട് പറഞ്ഞു, സാറിൻ്റെ സെക്യൂരിറ്റി വേണ്ടി ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട. അപ്പോൾ എനിക്ക് 2 പോലീസുകാർ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. 2 ദിവസം എൻ്റെ ഇവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു. അപ്പോൾ ഒരു സാധാരണക്കാരനായിട്ടുള്ള എനിക്ക്, ഞാൻ പിടിച്ചൊരു 10 കൊലപാതകം ചെയ്ത ഒരു ക്രിമിനൽ, അവർ ചാടി കഴിഞ്ഞപ്പോൾ ഇത്രയും ഒരു പ്രിക്കോഷൻ, ഒരു ലോ ആൻഡ് ഓർഡർ മെഷീനറി എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്ര കൺസേൺഡ് ആയിരിക്കണമായിരുന്നു ഗോവിന്ദച്ചാമിയുടെ ഒരു കേസിൽ? എത്ര കൺസേൺഡ് ആവണം? അതല്ലേ പബ്ലിക് സേഫ്റ്റി. നമ്മുടെ സൊസൈറ്റിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അവിടെയല്ലേ നമ്മൾ കാണേണ്ടത്. ഇതിനകത്ത് വളരെ പ്രധാനമായിട്ടുള്ളൊരു സംഗതി ഇതാണ് കേട്ടോ. ശരിക്കും നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതിയാണ്. ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ എ റുട്ടീൻ തിങ്. അവിടെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ, ദേ മൈറ്റ് ഹാവ് ബീൻ ഗോയിങ് ഓർ കമ്മിങ്. ആ ഒരു മറവിൽ മാത്രമേ ഗോവിന്ദസ്വാമിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ഉത്തമ വിശ്വാസം. അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർക്ക് പറയാനായിട്ട് സാധിക്കും? ഇല്ല. അവിടെ 24 hours സർവൈലൻസ് ഉണ്ടായിരുന്നില്ല. അവിടെ ഗാർഡ്, സ്പെഷ്യലി അസൈൻഡ് ഗാർഡ്സ്, ഇതുപോലെ ഡ്രഗ് ക്രിമിനൽസിന് അവരെ മാത്രം സർവൈലൻസ് നടത്തുന്ന ഗാർഡ്സ് ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയാൻ സാധിക്കുമോ? സൂപ്പർവൈസറി ഓഫീസേഴ്സിന് പറയാനായിട്ട് സാധിക്കുമോ? പ്രത്യേകിച്ച് ജയരാജ് സാറൊക്കെ ഉള്ള ഇതുപോലത്തെ ജയിലിൻ്റെ വെൽഫെയർ കാര്യങ്ങൾ നോക്കുന്ന അദ്ദേഹത്തിന് ഇതെല്ലാം അവരുടെയൊക്കെ ഉത്തരവാദിത്തമല്ലേ? ഇത് അടിസ്ഥാന ഉത്തരവാദിത്തമാണ്. ഞാൻ പണ്ട് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സാറ്, അദ്ദേഹം ഒരു 11 വർഷം മുമ്പ്
അദ്ദേഹം ചെയ്തൊരു കാര്യമുണ്ട്. അത് ഇൻ്റലിജൻസ് ഐ ജി കുറേ എങ്ങനെയാണ് നമ്മൾ ജയിലിൽ ഫുൾ പ്രൂഫായിട്ടുള്ള സെക്യൂരിറ്റി കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അവരുടെ മനുഷ്യാവകാശ കാര്യങ്ങൾ അതെല്ലാം നമ്മൾ സംരക്ഷിക്കേണ്ടത്, അതുപോലെ തന്നെ അവരുടെ റിഫോർമേഷൻ എങ്ങനെയൊക്കെയാണ് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത്, അതുപോലെ ഇവരുടെ സെക്യൂരിറ്റി വളരെ ഫുൾ പ്രൂഫ് സെക്യൂരിറ്റി എങ്ങനെയാണ് അഷ്വർ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് 11.5 വർഷം മുമ്പ് അദ്ദേഹം IGP കൊടുത്ത ഒരു ഇതിൻ്റെ ബേസിൽ ഒരു ഓർഡർ ഇറക്കുന്നുണ്ടായി. ആ ഓർഡറിൽ അദ്ദേഹം വളരെ അലക്സാണ്ടർ ജേക്കബ്സ് സാറിനെ അംഗീകരിക്കാത്ത ആരും ഒരു പാർട്ടിയിലും ഒന്നിലും ഇല്ല എന്ന് തോന്നുന്നു. അദ്ദേഹത്തിനെ അംഗീകരിക്കാൻ കഴിച്ചില്ലെങ്കിൽ പിന്നെ ഇവിടെ അദ്ദേഹത്തെ പോലെ ഒരു അമാനുഷനായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം 40 ലക്ഷം രൂപയുടെ ഒരു ജാമർ, മൊബൈലുകൾ പല ഇവിടെ നിന്നും കണ്ട് സംസാരിക്കുന്നു ഉള്ളിൽ നിന്ന്. എന്നെ താജുദ്ദീൻ എന്ന് പറഞ്ഞ തീവ്രവാദ കേസിൽ ഉൾപ്പെട്ട ആൾ ജയിലിൽ നിന്ന് വിളിച്ചിരുന്നു. അന്ന് ജയ്മോഹൻ സാറായിരുന്നു അന്ന് എൻ്റെ SP, ഇൻ്റർണൽ സെക്യൂരിറ്റി SP. അനന്തകൃഷ്ണൻ സാറായിരുന്നു അന്ന് IGP. അപ്പോൾ താജുദ്ദീൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ എന്നെ ഇവിടുന്ന് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ എക്സ്പ്ലോസീവ്സും കൂടെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം എന്ന് ജയിലിൽ നിന്ന് മൊബൈലിൽ വിളിച്ച് എന്നോട് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവനെതിരെ നടപടി എടുത്തു. ഞാൻ ഇത് പറയാൻ കാരണം അലക്സാണ്ടർ ജേക്കബ് സാർ പറയുന്നുണ്ട്, അലക്സാണ്ടർ ജേക്കബ് സാറ് ഈ മൊബൈലുകൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത് കൊടുത്തു. ആർക്കാണ് ഈ സൗകര്യം ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? കൂടെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് സംശയമുണ്ട്. അത് നമ്മൾ അഡ്മിറ്റ് ചെയ്യണം. ഒരു കുറ്റം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് പാർട്ടിയാണെങ്കിലും എന്നിട്ട് അതിന് മതിയായിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉദ്ദേശശുദ്ധി പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം വളരെ വേദനയോടുകൂടി പറഞ്ഞു, ഇങ്ങനെ ഈ മൊബൈൽ ഒരു ഇതാണല്ലോ. ഇപ്പോൾ ഈ ഗോവിന്ദച്ചാമി എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് നമുക്കറിയാം, ഡയറക്റ്റ് ക്രിമിനലാണ്. പക്ഷേ അവനൊരു ക്രിമിനൽ മെൻറ്റാലിറ്റിയും വളരെ ഒരു ഇൻ്റലക്ച്വൽ അല്ല. അവൻ ഈസ് എ ഡെഡ് ക്രിമിനൽ, വളരെ ബ്ലൈൻഡായിട്ടുള്ള ഒരു ക്രിമിനലാണെന്ന് ആ രീതിയിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങേർക്ക് ഇങ്ങനെ കൂടുതൽ മൊബൈൽ ഓപ്പറേറ്റ് ചെയ്ത് വെളിയിൽ നിന്ന് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ പല ക്രിമിനൽസിനും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജയിലിൽ നിന്നുള്ള അസോസിയേറ്റ്സ് അവർ വഴി വേണമെങ്കിൽ അസൈൻമെൻറ്റുകൾ കിട്ടാം. അവർ വെളിയിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ക്യാൻ ബി ഗിവൻ അസൈൻമെൻറ്റ്, വേണമെങ്കിൽ ഇറ്റ് ക്യാൻ ബി ഈവൻ എ പൊളിറ്റിക്കൽ അസൈൻമെൻറ്റ്, അതും ആവാം. ഏത് പാർട്ടി വേണമെങ്കിലും ആവും. ഒരു അസൈൻമെൻറ്റ് കൊടുത്തിട്ട് നിങ്ങൾ ഈ വെളിയിൽ പോകാനുള്ള സൗകര്യം ചെയ്തു തരാം. അപ്പം നമ്മൾ പ്രിക്കോഷൻ എടുക്കണത് വേണ്ടേ? നാളെ സംഭവിച്ചു കഴിഞ്ഞിട്ട് അങ്ങനെ സംഭവിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അന്യോന്യം പഴിചാരിയാൽ മതിയോ? അതുപോരാ. അപ്പോൾ അദ്ദേഹം അന്ന് വീണ്ടും പറയുന്നുണ്ട്, അദ്ദേഹം ഓരോ റെക്കമെൻഡേഷൻസ് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം വെളിയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പോകാനുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ ഗാർഡ്സുമായിട്ട് ഇൻഫ്ലുവൻസ് സ്വാധീനം ചെലുത്തിയെന്നിരിക്കട്ടെ, പല രീതിയിൽ സ്വാധീനം ചെലുത്താനായിട്ട് സാധിക്കും. കാരണം എല്ലാ മനുഷ്യരും ഈ പറഞ്ഞ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഉണ്ടല്ലോ. പക്ഷേ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ക്യാരക്ടർ, ഇപ്പോൾ പൊളിറ്റിക്സിൽ നമ്മൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ സംഗതി പ്രധാനമാണല്ലോ. അതുപോലെ പോലീസിലാണെന്നുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് താൽക്കാലികമായി നിയമിക്കപ്പെടുന്നവരാണ് ഏറ്റവും കൂടുതൽ ജയിൽ ഡ്യൂട്ടിയിൽ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് എത്രത്തോളം പ്രതിബദ്ധതയുണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു 6 മാസത്തേക്ക് അല്ലെ 10 മാസത്തേക്ക് നിയമിക്കപ്പെടുന്ന, കരാറടിസ്ഥാനത്തിൽ നിയമിക്കപ്പെടുന്ന നിരവധി ജീവനക്കാരുണ്ട്. അവരുടെ എണ്ണമാണ് കൂടുതൽ. സാധാരണ ജയിൽ ജീവനക്കാരെക്കാൾ അവരുടെ എണ്ണമാണ് കൂടുതൽ. അപ്പോൾ എത്രത്തോളം കമ്മിറ്റഡ് ആയിരിക്കും അവ? ഒന്ന്, ജീവനക്കാരുടെ ഷോർട്ടേജ്. പിന്നെ ഇതുപോലെ ഷോർട്ട് പീരീഡിലേക്ക് ആകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കയറിക്കൂടാനുള്ള നല്ല സാധ്യതകളാണ്. സ്വന്തം ആളുകൾക്കുള്ള സൗകര്യങ്ങൾ, വെൽഫെയർ നോക്കാൻ വേണ്ടിയിട്ടാണ് ഏത് പാർട്ടി വേണമെങ്കിലും ഭരിക്കട്ടെ, അതിനുള്ള സ്കോപ്പ് വളരെ കൂടുതലാണ്. അതെല്ലാം നമ്മൾ ഒഴിവാക്കലാണ് നമ്മുടെ ഒരു നല്ലൊരു സിസ്റ്റത്തിൻ്റെത്. പിന്നെ ഇത് പ്രധാന കാര്യമാണ്. ഞാൻ ജേക്കബ് ഇത് അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞത്, അന്ന് അദ്ദേഹം ഒരു ജാമർ ഫിറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു, ഈ മൊബൈലിലുള്ള ഇത് കമ്മ്യൂണിക്കേഷൻ ഇത് ചെയ്യാൻ വേണ്ടി. നാളെ നമുക്ക് വലിയ ഇതിലൊക്കെ മേജർ ഒരു ഗോവിന്ദച്ചാമിയല്ല, മറ്റുള്ള ആൾക്കാർ വഴി മേജർ ക്രൈംസ് ഉണ്ടാവാനും നമ്മൾ ഇതിൽ ഡിബേറ്റ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ജാമറിൻ്റെ അക്കൗണ്ട് ഇപ്പോൾ 40 lakhs ജാമർ അത് വെച്ച് ഇറ്റ് ഡിഡ്ന്റ് വർക്ക്. അത് കഴിഞ്ഞപ്പോൾ 1 കോടിയുടെ രൂപ ജാമർ പ്രപ്പോസ് ചെയ്തു, 1 കോടിയുടെ. അപ്പോൾ അലക്സാണ്ടർ ജേക്കബ് സാർ പറഞ്ഞു, നോ, കെൽട്രോൺ വഴി പ്രപ്പോസ് ചെയ്തതാണ്. അതൊന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. 40 ലക്ഷം രൂപയുടെ ജാമർ മേടിച്ച് കഴിഞ്ഞിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൊടുക്കുന്ന ആൾക്കാർക്ക്, വയ്ക്കുന്ന ആൾക്കാർക്ക് എന്ത് ഉദ്ദേശശുദ്ധിയാണ്? പിന്നെ 1 കോടി രൂപയുടെ പറയുന്നു. അത് മാത്രമല്ല, നമ്മുടെ സർവൈലൻസ് ക്യാമറാസ് ഇപ്പോഴും ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ
ഇപ്പോൾ മീഡിയ ആണെങ്കിൽ രാഷ്ട്രീയമാണെങ്കിൽ ഇതിനകത്ത് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ്. ഈ ഇതിനകത്ത് അവിടെ എത്ര ക്യാമറകൾ വച്ചിരുന്നു, എവിടെയൊക്കെ വച്ചിരുന്നു, അതെല്ലാം വർക്കിംഗ് ആണോ? ഇത് വളരെ ഇനിയെങ്കിലും സംഭവിക്കരുത്. ഗോവിന്ദസ്വാമി ഇഷ്യൂ പോലുള്ള ഇഷ്യൂസ് ഉണ്ടാവരുത്. വലിയ ഏത് പാർട്ടി ഭരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ബാധിക്കുന്നത് സാധാരണ മനുഷ്യരെ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ആണല്ലോ നമ്മളിവിടെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതൊരു ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ കർശനമായിട്ട് ഓരോ സെക്യൂരിറ്റി ആസ്പെക്റ്റുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയ കാര്യങ്ങൾ എല്ലാ ക്യാമറാസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് ഇറ്റ് ഹാസ് ബിക്കം എ റുട്ടീൻ തിങ്. നമ്മൾ ക്യാമറകൾ കുറേ വയ്ക്കുന്നു. എന്തിന് അതിനെക്കുറിച്ച് പിന്നെ അലിഗേഷൻസ് ഉണ്ടാവുന്നു, അതിനകത്ത് പൈസയുടെ ഇൻവോൾവ്മെൻറ്റ് അത് വരുന്നു, കണക്ഷൻസ് വരുന്നു, ഇതെല്ലാം വരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, ഒന്നുമില്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരുടെ കുഴപ്പം, അതല്ലെങ്കിൽ അതിൻ്റെ അത് പ്രൊക്യൂർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനുള്ള എഫിഷ്യൻസി ഇല്ലാത്ത ക്യാമറയാണ്, അതിന് കൂടുതൽ ലോങ് ലാസ്റ്റിംഗ് അല്ല, അങ്ങനെയുള്ള സംഗതി, അത് ഷോർട്ട് പീരീഡ് കഴിയുമ്പോൾ അത് പോവും, അങ്ങനെയാണ്. അപ്പോൾ ഇത് എല്ലാ ലെവലിലും വളരെ ഗൗരവമായിട്ടുള്ളൊരു സംഗതിയാണ് ഇതിൽ കാണുന്നത്. ഈ പർട്ടിക്കുലർ ഇൻസ്റ്റൻസിൽ എൻ്റെ അഭിപ്രായം ഈ ജയിലിൽ നടന്ന സംഭവങ്ങൾ ഇറ്റ് വാസ് എ റുട്ടീൻ തിങ്. ആവശ്യമുള്ള ആൾക്കാർ യഥേഷ്ടം വെളിയിൽ പോകുന്നത് ആ ഒരു കവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ ഗോവിന്ദസ്വാമിക്ക് രക്ഷപ്പെടാൻ സാധിച്ചത്. പിന്നെ ഒരു കാര്യം സംശയമില്ല, ഈ കുറേ നാളുകൾ ഉപ്പ് വച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കടൽ തീരത്തുള്ള നമ്മൾ ഈ മോഷണം പോയ വണ്ടികൾ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടിരിക്കുന്നത് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓർഡർ പോയി നോക്കി കഴിയുമ്പോൾ എല്ലാം തുരുമ്പ് പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇറ്റ് ടേക്സ് എ ലോങ് ടൈം. പക്ഷേ എനിക്ക് ദാറ്റ് സർപ്രൈസസ് മീ. അപ്പോൾ എങ്ങനെയാണ് അതുപോലെ അപ്പോൾ ഈ ഷോർട്ട് പീരീഡിനുള്ളിൽ ഹൗ ക്യാൻ യു ഡു ദാറ്റ്? അത് വലിയ ബുദ്ധിമുട്ടാണത്, വലിയ ബുദ്ധിമുട്ടാണ്. എന്നിട്ട് മൈൻഡ് ആപ്ലിക്കേഷൻ ഒരുപാട് വേണം, നല്ല ക്ഷമണം. അത്രയ്ക്ക് ഒരു ക്രിമിനൽ ക്ഷമിക്കുമോ? അപ്പോൾ ഒരു ബെറ്റർ എക്യുപ്മെൻറ്റ് ആക്സസിബിൾ ആയിരുന്നു അദ്ദേഹത്തിന്, അയാൾക്ക് എന്ന് അദ്ദേഹം എനിക്ക് പറയാൻ പറ്റില്ല. നമ്മൾ പല ആൾക്കാർ അദ്ദേഹം എന്ന് പറയാറുണ്ട്. നോ, ഗോവിന്ദസ്വാമി ഡു നോട്ട് ഡിസേർവ് ദാറ്റ് അഡ്രസ്, അത് ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളിൽ ചുരുക്കം പറയാനായിട്ടുള്ള കാര്യങ്ങൾ.